ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ആ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം പ്ലേ ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വീഡിയോ റിമൂവ് ചെയ്യാതെ ഇത് ചെയ്യാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാതെ എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഇവിടെ ഈ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിനുശേഷം കണ്ടന്റ് എന്നതിൽ പോയി ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴത്തായി ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, എഡിറ്റർ എന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇത് പുതിയ ചാനൽ ആവുന്നത് കൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എവിടെയാണ് ഈ വീഡിയോയിൽ നമുക്ക് ബ്ലർ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വരുന്നത്, ആ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും ആരുടെയെങ്കിലും ഫേസ് എല്ലാമാണ് ബ്ലർ ചെയ്യേണ്ടതെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എല്ലാം ഇതിൽ ലഭിക്കും. ഇതിനായി നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ബ്ലർ ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ബ്ലർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫേസ് ബ്ലർ അതുപോലെ കസ്റ്റം ബ്ലർ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് കസ്റ്റം ബ്ലർ ആണ്. അതിനുശേഷം ഇവിടെ ഓട്ടോമാറ്റിക്കായി നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട്, അതായത് റെക്റ്റാങ്കിൾ. അപ്പോൾ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ ഒരു റെക്റ്റാങ്കിൾ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഇത് എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഏത് ഇൻഫർമേഷനാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അവിടേക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഇത്തരത്തിൽ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ട ഇൻഫർമേഷന് മുകളിൽ ഇത് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇത് ബ്ലറായി കിട്ടും. അതുപോലെ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് എൻലാർജ് ചെയ്യാനും ചെറുതാക്കാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ ഈ നീല സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെയാണ് ബ്ലർ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ഈ നീല പാർട്ട് ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ നമുക്കിത് കറക്റ്റായി ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതായത് ഇത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് വരെയാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലെല്ലാം നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റായി ഇത് ഫിക്സ് ചെയ്ത് വയ്ക്കാം. അതിനാൽ തന്നെ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷൻ മാത്രമാണ് നമുക്ക് ബ്ലറായി കിട്ടുക. ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് ഡ്രാഗ് ചെയ്ത് എനിക്ക് വേണ്ട ഇൻഫർമേഷൻ ഇപ്പോൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ അതോ ബ്ലറായിട്ടുണ്ടോ എന്ന്. അങ്ങനെ നമുക്കൊരു ഫൈനൽ ചെക്കപ്പ് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ നീല പാർട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് കറക്റ്റ് സൈസിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ചേഞ്ചസ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് ടൈം എടുക്കും ഈ ചേഞ്ചസ് എല്ലാം റിഫ്ലക്റ്റ് ആകാൻ എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓക്കെ, അതായത് സേവ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വീഡിയോ ഈസ് ബീയിങ് പ്രോസസ്ഡ്, പ്ലീസ് ചെക്ക് ബാക്ക് ലേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത്തരത്തിൽ ചെയ്താൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പാർട്ട് ബ്ലർ ആയിരിക്കുന്നത് കാണാം. അതുപോലെ നമ്മൾ ഇവിടെ സേവ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു മോഡിഫിക്കേഷന് വേണ്ടി കുറച്ച് സമയം എടുക്കുമ്പോൾ നമുക്ക് മറ്റു മോഡിഫിക്കേഷനൊന്നും ഈ വീഡിയോയിൽ അതുവരെ നടത്താൻ സാധിക്കില്ല. അതായത് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വീണ്ടും എന്തെങ്കിലും മോഡിഫിക്കേഷൻ എല്ലാം ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ എന്തെങ്കിലും ഫേസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെല്ലാം ഇതുപോലെ ബ്ലർ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഈ ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്